താങ്കളെയും കൈരളെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം പ്രതികരിക്കേണ്ട കാര്യങ്ങൾ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിച്ചില്ലെങ്കിൽ അതുകൊണ്ട് ഗുണമുണ്ടാവില്ല. ഇന്നത്തെ ഈ ദിവസം നമുക്കറിയാം അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷിക ദിവസമാണ്. അപ്പോൾ രണ്ടാമത്തെ ഒരു അടിയന്തരാവസ്ഥ കഴിഞ്ഞുള്ള ഏകാധിപത്യം, അതിലേക്ക് ഇന്ദിരാഗാന്ധി അങ്ങനെയായിരുന്നല്ലോ. ഇന്ദിരാഗാന്ധി ക്രമേണ വന്ന് അടിയന്തരാവസ്ഥയിലെത്തി അടുത്ത ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പില്ലാത്ത ഏകാധിപത്യത്തിലേക്ക് പോകാനുള്ള ശ്രമമായിരുന്നു. അതിനെ ആ സമയത്ത് വിദ്യാർത്ഥികളും JP ഉൾപ്പെടെയുള്ള വളരെ പരിണതപ്രജ്ഞരായിട്ടുള്ള നേതാക്കന്മാരൊക്കെ നിരത്തിലിറങ്ങിയിട്ട് പ്രതികരിച്ചുകൊണ്ടാണ് അതിന് തടയാൻ പറ്റിയത്. ഇപ്പോഴിത് അതേ കാര്യം വീണ്ടും അതേ പാതയിലൂടെ കടന്നു വരികയാണ്. ഇത് തടയേണ്ട സമയത്ത്, പ്രതികരിക്കേണ്ട സമയത്ത് നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ അങ്ങേയറ്റം വഷളാവുന്ന രൂപത്തിൽ, രാജ്യത്തിന്റെ നിലനിൽപ്പ് ഇല്ലാതാവുന്ന രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോവുക. ഇന്ദിരാഗാന്ധി നമുക്ക് അറിയാവുന്ന പോലെ ഗോലാഗന്ധ കേസിലും കേശവാനന്ദ ഭാരതി കേസിലും ഒക്കെ സുപ്രീം കോടതിയുടെ വിധിയെ അങ്ങേയറ്റം അപഹസിച്ചുകൊണ്ട് ഭരണഘടനാ ഭേദഗതി, തന്നിഷ്ടപ്രകാരം ഭരണഘടനാ ഭേദഗതി നടത്തിയിട്ടുള്ള ആളാണ്. സുപ്രീം കോടതിയുടെ 7-അംഗ ബെഞ്ച് കണിശമായി പറഞ്ഞിട്ട് പോലും കേശവാനന്ദ ഭാരതി കേസിൽ അവർ വേറെ അമെന്റ്മെന്റ് കൊണ്ടുവന്നിട്ട് പ്രിയാമ്പിൾ പോലും മാറ്റുന്ന ഒരു അവസ്ഥയുണ്ടായി.